എടാ ഞാൻ ഇന്നലെ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവരുടെ കരിയറിനെ പറ്റിയിട്ടും ലാസ്റ്റ് 2025 ഒന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂള് ഇത്രയും വലിയ സ്ട്രോങ് ടൂളാണെന്ന് അവർക്ക് അതിനു മുമ്പ് അറിയില്ലായിരുന്നു. എല്ലാവരും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുന്നു, അവരും ഉണ്ടാക്കി, ജസ്റ്റ് 150 കണക്ഷൻസ് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. സോ വൺസ് ദേ എൻ്റർ ഇൻ ടു അവർ കോഴ്സ്, നമ്മൾ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ടൂളിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടൂളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ എ ഇയർ അവർക്ക് 3000-4000+ ഫോളോവേഴ്സും കണക്ഷൻസും ഉണ്ടായി. അതിൽ നിന്ന് നല്ല നല്ല നെറ്റ്വർക്ക്സ് അവരുണ്ടാക്കി. എന്നിട്ട് അവരുടെ ലൈഫിൽ അവർക്കിപ്പം ഒരു കോൺഫിഡൻസും ഈവൻ ജോബുകളാണെങ്കിൽ പോലും കമ്പനീസ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലേക്ക് അവരെത്തിപ്പെട്ടു, ഓൺലി ബിക്കോസ് ഓഫ് ലിങ്ക്ഡിൻ ടൂൾ. സോ ലിങ്ക്ഡിൻ ടൂൾ ഇത്രയും സ്ട്രോങ് ആണ് നമ്മളൊരു പ്രൊഫഷണൽ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഈ ലിങ്ക്ഡിൻ ടൂള് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും കരിയറിൽ സ്റ്റക്കായി നിൽക്കുന്നത്. എങ്ങനെ ഒരു ലിങ്ക്ഡിൻ ടൂള് സ്ട്രോങ് ആക്കാം, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ ആൻഡ് പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻസ് സ്ട്രോങ് ആയിരിക്കണം. പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇടുന്ന അതേ ഫോട്ടോ തന്നെയാണ് ലിങ്ക്ഡിനിൽ കൊണ്ടുവന്നിടുക. ലിങ്ക്ഡിൻ കംപ്ലീറ്റ്ലി പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മളുടെ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഫോട്ടോ ഫ്രെയിമിൽ നമ്മളായിരിക്കണം 80% എബോവ് ആയിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം കുറച്ചിട്ടായിരിക്കണം നമ്മളുടെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാവേണ്ടത്. ഫേസ് ക്ലിയർ ആയിരിക്കണം, അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നമ്മൾ എന്താണെന്നുള്ളത് നമ്മളുടേതായിട്ടുള്ള ഭാഷയിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം ലിങ്ക്ഡിനിൽ. ഓക്കെ, അതൊരാൾ വന്ന് നോക്കും. ഇപ്പം കമ്പനീസ് ആണെങ്കിൽ പോലും നിങ്ങളെ ഹയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് നോക്കും. ഓക്കെ, എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത്. സോ അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ആൻഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററീസ്, വർക്ക് എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളൊക്കെ ലിങ്ക്ഡിനിൽ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നല്ലൊരു കവർ ഫോട്ടോസ് കൊടുക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ മിനിമം നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ചെയ്യേണ്ടതാണ്. ആൻഡ് മോർ ഓവർ, നിങ്ങളൊരു വീക്കിൽ ഒരു മിനിമം ഒരു 3 കോണ്ടൻറ്റ്സ് റീപോസ്റ്റ് ചെയ്യാനും ഒരു കണ്ടൻറ്റ് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങളിപ്പം സൈറ്റിൽ പോകുന്നത്, നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ സൈറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം മതി, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. പെർഫെക്റ്റ് ആക്കാൻ നോക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ, അതുപോലെ റീപോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു തോട്ട്സ് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ റീപോസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കുറച്ചും കൂടി എൻഗേജ്ഡ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ നോട്ടീസ് ചെയ്യും. നിങ്ങൾക്ക് നല്ല കണക്ഷൻസ് കിട്ടും. നിങ്ങൾക്ക് നല്ല കണക്ഷൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ലിങ്ക്ഡിനിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു ബ്രാൻഡായി മാറും. ആ ബ്രാൻഡ് എന്ന് പറയുന്നത് കമ്പനീസ് എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ നിങ്ങളുടെ ലിങ്ക്ഡിൻ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് ആ ജോബ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കമ്പനീസ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, ജസ്റ്റ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ടൂൾ മതി നിങ്ങളുടെ ലൈഫ് മാറാൻ വേണ്ടിയിട്ട്. സോ പ്രോപ്പറായിട്ട് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, കമ്പനീസ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് 100% ഞാൻ ഷുവർ ചെയ്താണ്.